അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. പിന്നെ ചേട്ടായി പിന്നെ അതായത് ഉണ്ടാവത്തില്ല. അപ്പോ ആഹാ. കുറച്ചുകൂടെ എന്നോട് ഉണ്ടാവുമ്പോ എനിക്ക് പറഞ്ഞായിരുന്നു. എന്നെ ഇടയ്ക്കൊന്ന് ഒരാളായില്ലേ. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അവളോട് ചോദിച്ചു നമുക്കൊന്ന് പോയിട്ട് വരാം. അന്നേരം അവളോട് പോവാന്ന് പറഞ്ഞു. ചേട്ടനെ നീ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു, ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. അതുകൊണ്ട് പ്ലാൻ ചെയ്തതാണോ നിങ്ങൾ വരാൻ? അതെ അതെ അതെ, അറിയാമല്ലോ. അങ്ങനെ എനിക്ക് പ്ലാൻ ചെയ്ത്. തോന്നി. പിന്നെ അവളെന്തെടുക്കുന്നു? അവളിവിടെ ഉണ്ട്, റെഡി ആവുക. ഞാനൊന്ന് വരുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിച്ചത് കാര്യമായി. ഏട്ടത്തി അവിടെ എല്ലാം സെറ്റല്ലയോ കിച്ചണിലൊക്കെ? അന്നത്തെ പോലെ എന്തായാലും നമ്മള് ഒരുമിച്ചല്ലേ കിച്ചണിൽ. അവളെന്തായാലും കയറത്തില്ലല്ലോ കിച്ചണിൽ. അവള് വന്നാ കണ്ടിട്ടില്ലയോ, റൂമിൽ കയറി ഇരിക്കും. നീ കഴിക്കാനെങ്ങാനും വിളിക്കുമ്പോഴേ വരത്തുള്ളൂ. ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും റൂമിൽ. നീ മതി. അവളിപ്പം എന്തായാലും അറിയത്തൊന്നുമില്ലല്ലോ കുക്കിങ്ങും. അവളെ ഹെൽപ്പൊന്നും ചെയ്യത്തില്ല. നീയാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ എല്ലാം ചെയ്യുന്നത്? എനിക്ക് ഓൾറെഡി ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, കുക്കിങ്ങിനോട്. കിച്ചണിലെ പെരുമാറുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അന്ന് കഴിഞ്ഞ തവണ വെച്ച സ്പെഷ്യൽ ഒന്ന് ഉണ്ടാക്കി തരണേ. അതുണ്ടാക്കി തരാം, നമുക്കത് ഉണ്ടാക്കാം. നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇഷ്ടപ്പെട്ട കഴിച്ചിട്ട് മതിയായിട്ടില്ല. പിന്നെ ആ സ്പെഷ്യൽ ഡ്രിങ്കും അതും തരാം. അത് നല്ലതായിട്ട് തരാം. അത് ഇഷ്ടപ്പെട്ടായിരുന്നോ അന്ന് വെച്ചത്? അവൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഇപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരിക്കുന്നത്. അപ്പം അധികം ലേറ്റ് ആവാതെ വരല്ലേ? ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ? അല്ല, കിച്ചണിൽ കുറെ സമയം എടുക്കത്തില്ലേ? കുറെ സമയം എടുക്കണം. കുറെ സമയം എടുക്കും, അത്യാവശ്യം സമയം എടുത്ത് നന്നായിട്ട് ചെയ്യാം. അതെ അതെ. പിന്നെ അന്നിട്ട് അത് നൈറ്റ് അത് തന്നെ ഇട്ടാൽ മതി കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. വന്നിട്ടില്ലേ? പിങ്ക് ആണോ റെഡ് ആണോ? പിങ്ക്. അത് തന്നെ മതി. അതാവുമ്പോ പിന്നെ ഒരു നല്ല രസമാണ്. നൈറ്റി ആവുമ്പോ കുറച്ചുകൂടി ഈസി, കംഫർട്ടബിൾ അല്ലേ? അതെ അതെ, ജോലി ചെയ്യാനേ. ഒരു 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും എല്ലാം ഒന്ന് സെറ്റായി വരാൻ. ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെക്കാം. പിന്നെ നിങ്ങൾ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചെയ്യാം. എന്തായാലും അവള് ഒരിക്കലും കയറത്തില്ല, അറിയാമല്ലോ. ഞാൻ തന്നെ കയറിക്കോളാം. നമുക്ക് ഒരുമിച്ചാൽ പിന്നെ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഡ്രിങ്കിന്റെ എന്താ സ്പെഷ്യൽ? ഡ്രിങ്കിനെ കുറിച്ച് മറക്കല്ലേ. ഇല്ലില്ല, അതെന്തായാലും തരും. അത് ഉറപ്പായിട്ടും തരും. അത് ഫേവറേറ്റ് ഐറ്റം അല്ലേ, അപ്പൊ ഉറപ്പായിട്ടും അത് തരും. ഏട്ടത്തിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായതല്ലേ ചോദിച്ചു. എനിക്ക് അപ്പോഴേ തോന്നി. അത് തന്നെ, പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, പോയാലോ എന്നൊരു പ്ലാൻ ഇട്ട്. ഇല്ല, അല്ലേലും ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. ഞാൻ അപ്പോ വരുന്നുണ്ടോ ചോദിക്കും. പിന്നെ അവിടെ ആരും ഇല്ലല്ലോ. അതെ അതെ. അപ്പൊ നിങ്ങളുണ്ടാവുമ്പോ പിന്നെ അവളോടുള്ള പിന്നെ കുഴപ്പമില്ലല്ലോ, പുള്ളിക്ക് അത്ര അങ്ങോട്ട് കുഴപ്പം വരത്തില്ല. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. നമ്മുടെ മറ്റേ ആ ഫേവറേറ്റ് ഐറ്റം ഇല്ല, അതൊന്നും ഉണ്ടാക്കണം. അന്ന് നമ്മൾ ചെയ്തേ. ഉണ്ടാക്കാം. അതെനിക്കൊന്ന് കുറച്ച് സമയം എടുക്കും തോന്നുന്നു, ഒരു 1/2 മണിക്കൂർ എടുക്കും തോന്നുന്നത്. അതെല്ലാം കൂടെ തീരുമ്പോ ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുക്കുമായിരിക്കില്ലയോ? കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാം. എന്തായാലും ആരും പുറത്തുനിന്നൊന്നും കഴിക്കാനൊന്നുമല്ലല്ലോ വരാൻ. ഇല്ല, എന്തായാലും അവളാണെങ്കിൽ ലേറ്റ് ആയിട്ടൊക്കെ. അതല്ല, എന്തായാലും അവള് കിച്ചണിൽ വരത്തില്ല. ഏരിയയിലേ വരത്തില്ല. അതോർത്ത് നമുക്ക് പേടിക്കണ്ട. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. അതോ വന്നാലും നമുക്ക് കാണാമല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണെങ്കിലും കാണാമല്ലോ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ഏതാ ഫേവറേറ്റ് ഐറ്റം ഫുഡിന്റെ? എനിക്ക് ഡ്രിങ്ക് ഫസ്റ്റ് എനിക്ക് വേണം. ഡ്രിങ്ക് ഫസ്റ്റ് തന്നെ വേണം. കുടിക്കും. അത് അന്ന് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു വാട്സപ്പില്. എനിക്ക് പെട്ടെന്ന് കത്തിയില്ല, പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതന്ന് ശരിക്കും കുടിച്ചായിരുന്നല്ലോ കഴിഞ്ഞ തവണ.
ഇവിടെ കിടന്ന് സംസാരിക്കും. കുറച്ചധികം വേണമായിരുന്നു. കുറച്ചധികം തരാം. എന്തായാലും സമയമുണ്ടല്ലോ, ഉം. ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നെ സ്റ്റേ അടിക്കുമല്ലേ, ഉം. കുഴപ്പമില്ല. പുള്ളി വിളിച്ചിട്ട് വല്ലതും പറഞ്ഞായിരുന്നു? ഞങ്ങൾ വരുന്ന കാര്യം വല്ലതും സൂചിപ്പിച്ച? ഇല്ല, 2 ദിവസം എടുക്കുന്ന പറഞ്ഞ. ആഹാ. അല്ല, ഞങ്ങള് വരുന്ന കാര്യം വല്ലതും? അല്ല, വരുന്ന കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് തന്നെയാണല്ലോ, പിന്നെ പറയാം. പിന്നെ ഇവിടെ അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞു അവരെങ്ങാണ്ട് വിളിക്കാന്നിങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. അതപ്പോ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അവള് ഉള്ളപ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഒരു പുള്ളിക്ക് പ്രശ്നം വരത്തില്ല, അതുകൊണ്ട് പേടിക്കണ്ട. മറ്റേ ആ ബീഫിന്റെ ഐറ്റം ഒന്ന് നോക്കണേ. ബീഫൊക്കെ വാങ്ങിച്ചായിരുന്നോ? ഇവിടെ വാങ്ങിച്ചു വെച്ചു. സ്റ്റോക്ക് ഉണ്ടാവില്ല. ഫ്രിഡ്ജിലാ? അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഡ്രിങ്കാണ് ഏറ്റവും സ്പെഷ്യൽ ഐറ്റം. അത് കുടിക്കാൻ പറ്റുമോ? സമയം കിട്ടുമോ? അത് കുടിച്ചാലേ ഒരു എനർജി ഉണ്ടാവുള്ളൂ. അതെന്തായാലും തന്നിരിക്കും. പക്ഷെ അന്നേരം അവള് വരാതിരുന്നാ മതിയായിരുന്നു. നീ അവക്ക് കൊടുക്കാറുണ്ടോ? അവക്ക് ഇഷ്ടമല്ലെന്ന് തോന്നല്ലേ? ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടമല്ല, അതിനോട് വലിയ താല്പര്യമില്ല. അതല്ലേ പിന്നെ ഞാൻ തരുന്നേ. ഞാൻ അതുകൊണ്ടല്ലേ ഏട്ടത്തിക്ക് ഉണ്ടാക്കി തരുന്നേ. അവൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അന്ന് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടോന്ന്, പിന്നെ അങ്ങോട്ട് സമയം കിട്ടിയില്ല ചോദിക്കാൻ വേണ്ടി. പിന്നെ അല്ലേ എനിക്ക് വാട്സപ്പില് മെസ്സേജ് ഇട്ടേ. നിന്നെ ഇതുപോലെ കിട്ടുമ്പോഴല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതും ശരിയാ. ഇന്നെന്തായാലും ഒരു സാഹചര്യം ഒത്തു വന്നു, എപ്പോഴും കിട്ടത്തില്ലല്ലോ. ഏതായാലും ഒത്തിരി ലേറ്റ് ആക്കാതെ വാ. ഏതാ കേട്ടില്ല? ഒത്തിരി ലേറ്റ് ആക്കാതെ വാങ്ങ ഈവനിങ്. ഇല്ലില്ല, ഒത്തിരി. ഇവിടുന്ന് ഒരു ½ hour അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. വണ്ടി എടുത്തിട്ടല്ലേ വരുന്നേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവിടെ നല്ല മഴയാണ്. അതെ, നല്ല മഴയാ. ആ മഴയത്ത് കുക്ക് ചെയ്യാൻ നല്ലൊരു വൈബല്ലേ. അതെ, നല്ല രസമാണ്. നല്ല മഴയാ, പകലെല്ലാം നല്ല മഴയായിരുന്നു. ഇപ്പോഴും നല്ല മഴയാ. ഇപ്പൊ നോക്കിട്ട് കാണണം. നോക്കിട്ടെ വരാം. ഇല്ല, ഇനിയിപ്പോ അധികം ലേറ്റ് ആകത്തില്ല. ഒരു മണിക്കൂറിനകം, ഒരു 3/4 മണിക്കൂറിനകം ഇവിടെ നിന്ന് ഇറങ്ങും. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാ പിന്നെ അവിടെ വരുമ്പോ കാണാം. അവളോട് ജസ്റ്റ് ഒന്ന് പറയണേ, ആദ്യം കിച്ചണിലൊന്ന് കേറാനൊക്കെ പറയണം. അവൾ എന്തായാലും കേറത്തില്ല. അതെന്തായാലും കേറത്തൊന്നുമില്ല. അപ്പൊ അവൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ 2 പേരും കൂടി ചെയ്തോ. ഓൾറെഡി അവൾക്ക് അറിയാം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണെന്നറിയാം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം. എന്നാലും ക്യാഷ്വലായിട്ട് ഏട്ടത്തിന്